കർത്താവിന് മഹത്വം. എല്ലാവരെയും ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് കേൾക്കുന്ന മനുഷ്യസഹോദരങ്ങളുടെ മേൽ വചനത്തിൻ്റെ ആഴമായ വെളിപ്പാടുകൾ ദൈവം ഇന്ന് പ്രഭാതത്തിലും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മെ നാമായി അറിയുന്ന, നമ്മുടെ ഞെരുക്കങ്ങളും അറിയുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ അവിടുന്ന് നമ്മെ നടത്തും എന്നുള്ളതിന് സംശയമില്ല. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ തൻ്റെ ജനത്തെ നടത്തുന്നതോർത്ത് നന്ദി പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നാം ഉറങ്ങിയപ്പോഴും മയങ്ങിയപ്പോഴും ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ കാവൽ ചെയ്ത ശ്രേഷ്ഠനായ ദൈവം, ഒന്നുകൂടെ പറഞ്ഞത് ഇസ്രായേലിൻ്റെ ദൈവം, അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം, പരിപാലകനായ ദൈവം, പരിശുദ്ധനായ ദൈവം ഇന്ന് പകലിലും നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇപ്പോൾ വിശ്വസിക്കാൻ തയ്യാറാകണം. യേശു പറയുന്നു, ഭയപ്പെടാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു, ചലനമറ്റു എന്ന് പറയുമ്പോൾ യേശു പറയുകയാണ്, നീ ആ വാക്ക് കാര്യമാക്കണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കാരണം നിന്നോട് പറയുന്നവൻ ജീവനുള്ള ദൈവമാണ്, മരണത്തെ ജയിച്ചവനാണ്, കല്ലറകളെ ഭേദിച്ചവനാണ്, കല്ലുകളെ ഭേദിച്ചവനാണ്, സകലത്തിന്മേലും അധികാരമുള്ളവനാണ്. അതുകൊണ്ട് ഭയപ്പെടാതെ വിശ്വസിക്കുക. ലാസറിൻ്റെ വീട്ടിലും യേശു അതാണ് പറഞ്ഞത്, വിശ്വസിച്ചാൽ ഒടുക്കത്തെ നാളിലല്ല, ഇപ്പോൾ മഹത്വം ഞാൻ വെളിപ്പെടുത്തും. കല്ലറയ്ക്കകത്താണ് വിഷയം, പക്ഷേ വിശ്വസിക്കുന്നവൻ്റെ വിഷയം 4-ാം ദിവസവും കല്ലറയ്ക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിവുള്ളവൻ നിൻ്റെ വീടിൻ്റെ അകത്തുണ്ട്. നിന്നോട് അവിടുന്ന് സംസാരിക്കുന്നുണ്ട്. അകത്ത് കിടക്കുന്ന വിഷയത്തെ വിശ്വസിക്കുന്നവന് വേണ്ടി പുറത്ത് കൊണ്ടുവന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ആശ്ചര്യമാക്കാൻ കഴിവുള്ളവൻ്റെ പേര് നസറേനായ യേശു. അവൻ ഇന്നും ജീവിക്കുന്നു, അവിടെ നിന്നും പ്രവർത്തിക്കുന്നു. അവിടുത്തെ കരം കുറുതായിട്ടില്ല. മരുഭൂമി വരുമ്പോൾ കുറുകിപ്പോകുന്ന ഒരു കരമല്ല എൻ്റെ ദൈവത്തെ. അതാ മോശയോട് ചോദിച്ചു, മോശേ, എൻ്റെ കരം കുറുതായിപ്പോയോ? 6 ലക്ഷം ചോദ്യങ്ങൾ നിൻ്റെ മുമ്പിലുണ്ട്, അസാധ്യങ്ങളുണ്ട്. പക്ഷേ ഒറ്റ രാത്രിയിൽ എൻ്റെ ഒരു കാറ്റ് നിനക്ക് വേണ്ടി അടുപ്പിച്ചാൽ നിൻ്റെ 6 ലക്ഷം ചോദ്യങ്ങൾക്കും സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം തരാൻ എൻ്റെ ഈ കരത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കണം. സഹോദരങ്ങളെ, ഇരിക്കുന്നിടത്ത് വർഷിപ്പിച്ചു തരാൻ കഴിവുള്ള ശ്രേഷ്ഠനായ കർത്താവിൻ്റെ ശ്രേഷ്ഠഭുജത്തിൻ്റെ വല്ലഭത്വം ഇന്നു പകൽ വെളിപ്പെട്ടു വരാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ധൈര്യത്തോടെ പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എല്ലാ ദിവസവും അത് നമ്മൾ ഉരുവിടണം. ആ വാക്യം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഇന്നും വെളിപ്പെടുത്താൻ അവർത്തേക്ക് പ്രസാദമുണ്ട്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 25-ാമത് വാക്യം നമുക്ക് വളരെ പരിചിതമാണ്. ഒരു മനുഷ്യനും നിങ്ങളുടെ നേരെ നിൽക്കുകയില്ല.
നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളിച്ചെയ്ത പോലെ അവൻ നിങ്ങളെക്കുറിച്ചുള്ള പേടിയും ഭീതിയും നിങ്ങൾ ചെല്ലുന്ന സകല ദിക്കിലും വരുത്തും. ദൈവത്തിൻ്റെ ആത്മാവ് മോശെ മുഖാന്തരം തൻ്റെ ജനത്തോട് അരുളപ്പാടുകൾ അറിയിക്കുകയാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കണം, അത് സംഗ്രഹിക്കണം, അത് വിളിച്ചു പറയണം, അത് കട്ടളക്കാലിന്മേൽ എഴുതണം, അടുത്ത ജനറേഷന് വചനത്തിൻ്റെ ആഴങ്ങൾ പറഞ്ഞു കൊടുക്കണം, വചനത്തിലൂടെ ജീവിക്കണം. വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവണം. വചനം ജീവിപ്പിക്കുന്നതാണ്, വചനം ശുദ്ധീകരിക്കുന്നതാണ്, വചനം നിലനിർത്തുന്നതാണ്, വചനം ആത്മാവിൽ പണിയുന്നതാണ്, സൗഖ്യമാക്കുന്നതാണ്. അതിൻ്റെ ശക്തി എല്ലാവരും തിരിച്ചറിയണം എന്ന് പറയുന്ന ഭാഗങ്ങൾ തൊട്ട് മുമ്പുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, വചനമനുഷ്ഠിക്കുന്ന തൻ്റെ ജനം, വചനത്താൽ ജീവിക്കുന്ന തൻ്റെ ജനം. അവരോട് പറയുന്നു, അങ്ങനെയുള്ള ജനത്തിൻ്റെ നേരെ നിൽക്കാൻ മറ്റൊരു മനുഷ്യനെയും ദൈവം അനുവദിക്കില്ല. വചനത്തിൽ ജീവിക്കുന്ന, വചനപ്രകാരം മുൻപോട്ട് പോകുന്ന, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, വചനത്തിൻ്റെ ആഴങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിൻ്റെ ആത്മാവിന് പറയുന്നു, നിങ്ങൾക്കെതിരെ ഒരു ശക്തിക്കും നിൽക്കാൻ സാധ്യമല്ല. ശക്തിയില്ലെന്നല്ല അവിടെ എഴുതിയിട്ടോടെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഒരു മനുഷ്യനും നിങ്ങളുടെ നേരെ നിൽക്കുകയില്ല. ഇതേ വാക്ക് പരിശുദ്ധാത്മാവ് യോശുവയോട് പറയുകയാണ്. ജനത്തെ എങ്ങനെ നയിക്കണം? മോശയുടെ മരണത്തിന് ശേഷം ഒന്ന് പതറിപ്പോയ സന്ദർഭങ്ങൾ യോശുവയുടെ ജീവിതത്തിലുണ്ടാവാം. അവിടെ പരിശുദ്ധാത്മാവ് തന്നെ ഉണർത്തുകയാണ്, ശക്തീകരിക്കുകയാണ്. മോശയോട് പറഞ്ഞതുപോലെ യോശുവയോടും പറയുകയാണ്, ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ ഇരുന്ന ദൈവമാണ്, ആ ദൈവമായ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും യോശുവേ. ഇവിടെയും പറയുന്നു പരിശുദ്ധാത്മാവ്, ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ. ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട തൻ്റെ ജനത്തോട് ഇന്ന് പകൽ വചനത്തിന് പറയാനുള്ളത്, അരുളി ചെയ്തതുപോലെ ദൈവം നിവർത്തിക്കും. അരുളി ചെയ്തതുപോലെ എന്താണ്? നിങ്ങൾ ചെല്ലുന്ന ദേശങ്ങളിൽ സകല ദിക്കുകളുടെ മേലും നിങ്ങളെപ്പറ്റിയുള്ള പേടിയും ഭീതിയും വീഴും. നിങ്ങളൊരു ദേശത്ത് ചെന്ന് ചവിട്ടിയാൽ, അഭിഷേകമുള്ളവൻ ചവിട്ടിയാൽ, അനോയിൻറ്റിംഗ് ഉള്ളവൻ ചവിട്ടിയാൽ, ആ ദേശത്തിൻ്റെ 4 ദിക്കുകളും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടിയിൽ വരും. പ്രാർത്ഥിക്കുന്നവനും ആരാധിക്കുന്നവനും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവനും ദൈവത്തിൻ്റെ അരുളപ്പാട് വഹിക്കുന്നവനും ആണ് എന്ന ദേശം അറിയത്തക്ക രീതിയിൽ എലിശ ഒരിടത്ത് നിന്ന് ചവിട്ടിയാൽ ആ ദേശത്തറിയാം ഒരു പ്രവാചകനുണ്ട്. ഇതുവഴി നടന്നു പോകുന്നവൻ ദൈവ പുരുഷനാണ്, ദൈവ മനുഷ്യനാണെന്ന് ആ ദേശക്കാർക്ക് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. യോർദാൻ അത് മനസ്സിലായി. ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പ് കൊണ്ട് യോർദാനെ അടിച്ചപ്പോൾ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന യോർദാൻ, ജനത്തിൻ്റെ സ്വസ്ഥത കെടുത്തിയ യോർദാൻ, കൊയ്ത്തപഹരിച്ച യോർദാൻ വിവരമറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ജനം പാർക്കുന്ന ഇടത്ത് നമ്മളെപ്പറ്റി ഒരു ഭീതി ദേശാധിപതിയുടെ മേൽ വീഴും, ദേശത്തിൻ്റെ മേൽ വീഴും, വെല്ലുവിളികളുടെ മേൽ വീഴും, ദിക്കുകളുടെ മേൽ വീഴും. നമുക്കെതിരെ നിൽക്കുവാൻ ഒരു ശക്തി, എന്ന് വെച്ചാൽ നമ്മളെ ജയിക്കാൻ ഒരു ശക്തിയെയും എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം ലോകത്തിൻ്റെ ശക്തിയെ വെല്ലുന്നതാണ്. ലോകത്തിൻ്റെ സകല കേന്ദ്രങ്ങളെയും അതിൻ്റെ അടിസ്ഥാനങ്ങളെയും കുലുക്കുന്നതാണ്. പൗലോസ് എഫെസോസിൽ ചെന്നപ്പോൾ ആ ദേശത്തിൻ്റെ അധിപതി വിവരമറിഞ്ഞു, അർത്തമീസ് വിവരമറിഞ്ഞു, മെലിത്തയുടെ ശക്തി വിവരമറിഞ്ഞു, നീതിദേവി വിവരമറിഞ്ഞു.
കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞങ്ങൾക്കിനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല കേട്ടോ. ഇന്ന് പകലും പ്രാർത്ഥിക്കുന്നവനാരാന്ന് ദേശത്തറിയാൻ പോകുന്നു, ദിക്കുകൾ അറിയാൻ പോകുന്നു, കുടുംബങ്ങൾ അറിയാൻ പോകുന്നു, വ്യക്തി ജീവിതങ്ങൾ അറിയാൻ പോകുന്നു. ഈ പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ദേശങ്ങൾ തിരിച്ചറിയാൻ പോകുകയാണ്. ജീവകാലത്തൊരു മനുഷ്യനും നിങ്ങളെ ജയിക്കാൻ പറ്റില്ല. കർത്താവെ, ആ കൃപ എൻ്റെ മേൽ അധികമായി പകരണമേ. ഞാൻ ആരാണെന്ന് ദേശമൊന്ന് അറിയട്ടെ. നിങ്ങൾ നടക്കുമ്പോൾ അറിയട്ടെ. പത്രോസ് നടന്നപ്പോൾ ദേശം അറിഞ്ഞില്ലേ? നിഴൽ തട്ടിയപ്പോൾ ദേശം അറിഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നടക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കണം. ദിക്കുകൾ നമ്മളെ ഭയപ്പെടണം. അന്ധകാര മണ്ഡലങ്ങൾ ഭയപ്പെടണം. ഇതാ ദൈവ മനുഷ്യൻ വരുന്നു എന്നവൻ തിരിച്ചറിയത്തക്ക രീതിയിൽ ദൈവാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങളെ സന്ദർശിക്കുന്ന പകൽക്കാലമാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ദൈവത്തിന് മഹത്വം കരേറ്റു. പരിശുദ്ധാത്മാവ് ചിലരെ അനോയിന്റ് ചെയ്യുക. ദിക്കുകളോട് ദൈവം കൽപ്പിക്കുക. അതുകൊണ്ടാണ് മറ്റെടുത്ത് പറഞ്ഞ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കുക. നീ പറഞ്ഞാൽ ഒരു ദിക്കിനും നിന്റെ വിടുതലുകൾ തടയാൻ, നിന്റെ നന്മകൾ തടയാൻ ഒരു പരസ്യപ്രഭുവിന് കഴിയില്ല. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൂതനിറങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനാരാന്നും വിശ്വസിക്കുന്നവനാരാന്നും ആത്മാവിൽ നടക്കുന്നവനാരാന്നും ദേശങ്ങൾ അറിയട്ടെ, രാജ്യങ്ങൾ അറിയട്ടെ, കുടുംബങ്ങൾ അറിയട്ടെ, തലമുറകൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെന്നും വാക്തത്വമുള്ളതാണെന്നും വെല്ലുവിളിക്കുന്ന ശക്തികൾ ഇന്ന് പകൽ മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ അനോയിന്റിങ് ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ദൈവസഭയുടെ മേൽ, അഭിഷക്തന്മാരുടെ മേൽ ദ നെയിം ഓഫ് ജീസസ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അവിടുന്ന് ചെയ്ത വലിയ വിടുതലുകൾക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഒരു ശക്തിക്കും നമ്മളെ ജയിക്കാൻ പറ്റില്ല. നമ്മൾ ആരാന്ന് ദൈവ ദിവസങ്ങൾ തെളിയിക്കും. അത് ദേശങ്ങളിൽ അറിയിക്കും. കുടുംബങ്ങൾക്കത് വ്യക്തമാക്കി കൊടുക്കും. ധൈര്യത്തോടെ പറ, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാണ്, ദാസിയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബിജു മാത്യു.